രാഷ്ട്രീയ നേതാക്കന്മാർ വോട്ടർമാരെ സ്വാധീനിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് പുതുമയല്ല. എന്നാൽ കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വൻ പരിവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്ത് AI-യുടെ ഉപയോഗം വൻ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പുതിയ മാർഗങ്ങളാണ് AI ഉപയോഗിച്ച് പരീക്ഷിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ വാരണാസിയിൽ ഒരു തമിഴ് സമൂഹത്തിനോട് നടത്തിയ പ്രസംഗം ഇതിന് ഉദാഹരണമാണ്. അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിച്ചത്. എന്നാൽ ഇയർഫോൺ ധരിച്ചിരിക്കുന്ന സദസ്സിലെ വ്യക്തികൾ മോദി ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ കൃത്രിമ ബുദ്ധി സൃഷ്ടിച്ച ശബ്ദം വഴി അത് തമിഴിൽ കേൾക്കുകയായിരുന്നു. സമാനമായി പാകിസ്ഥാനിൽ തടവിലായിരുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൃത്രിമ ബുദ്ധി സൃഷ്ടിച്ച് തന്റെ ശബ്ദം വഴി ജനങ്ങൾക്ക് പ്രസംഗങ്ങൾ പങ്കുവച്ചു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാഞ്ഞിട്ടും വോട്ടർമാർക്കിടയിൽ താൻ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാനായി ഇത് അദ്ദേഹത്തിനെ സഹായിച്ചു. ഈ സംഭവങ്ങൾ രാഷ്ട്രീയ രംഗത്തെ കൃത്രിമ ബുദ്ധിയുടെ സ്വാധീനത്തെ കാണിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രസംഗം മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് വിവർത്തനം ചെയ്ത് പ്രേക്ഷകർക്ക് കേൾപ്പിക്കുന്നു. കൂടാതെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി പേഴ്സണൽ മെസ്സേജസ് അയക്കാനും കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നു. വോട്ടർമാരുടെ വിവരങ്ങൾ വിശകലനം ചെയ്ത് അവരുടെ താല്പര്യമനുസൃതമായ സന്ദേശങ്ങൾ അയക്കാനും ഇതിലൂടെ സാധിക്കുന്നു. AI ഉപയോഗിച്ച് വ്യക്തിഗതമാക്കിയ സന്ദേശങ്ങൾ അയക്കാനും വലിയ ജനവിഭാഗങ്ങളിലേക്ക് ഒരേ സമയം ഇത് എത്തിക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നു. ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാരുടെ വിശദാംശങ്ങൾ AI ഉപയോഗിച്ച് പരിശോധിച്ച് അവരെ വ്യക്തിപരമായി ബന്ധപ്പെടാനും പാർട്ടികൾക്ക് സാധിക്കും. വോട്ടർമാരുടെ താല്പര്യമനുസൃതമായി പ്രചാരണങ്ങൾ നടത്താൻ AI ഉപയോഗിക്കുന്നു. ഇത് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഡാറ്റ ജേർണലിസത്തിന്റെയും ഇൻഫോർമേഷൻ പോർട്ടൽ ഫാക്ടറിയുടെയും സ്ഥാപകനായ രാകേഷ് ദുബഡോയും സംഘവും Tagore.ai എന്ന പുതിയ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നൽകുന്ന വിശ്വസനീയമായ വിവരങ്ങൾ, അതായത് പാർലമെന്ററി രേഖകൾ, സർക്കാർ ഡാറ്റാബേസുകൾ, ബഡ്ജറ്റ് പ്രസംഗങ്ങൾ, മുൻ സർക്കാർ പത്രക്കുറിപ്പുകൾ തുടങ്ങിയ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പ്ലാറ്റ്ഫോം സംഘടിപ്പിക്കുന്നു. ഇതുവരെ പുറത്തിറക്കിയിട്ടില്ലാത്ത ഈ പോർട്ടൽ കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ, തിരഞ്ഞെടുപ്പ് സംബന്ധമായ വിവരങ്ങളുടെ വിശകലനം, രാഷ്ട്രീയക്കാരുടെ മുൻകാല വാഗ്ദാനങ്ങളുടെയും ചരിത്രത്തിന്റെയും ഡാറ്റകൾ എന്നിവയെക്കുറിച്ച് ഔദ്യോഗിക സാമ്പത്തിക വിവരങ്ങളിൽ നിന്ന് വിശദമായ വിവരങ്ങൾ വ്യാപകമായ ഉപയോഗത്തിനായി നൽകും എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. വിശ്വസനീയമായ വിവരങ്ങളിലേക്കും അതിന്റെ ഉറവിടങ്ങളിലേക്കും പെട്ടെന്നുള്ള പ്രവേശനവും പ്രസക്തമായ ഉറവിടങ്ങളിലേക്കുള്ള കൃത്യവും വിശ്വസനീയവുമായ വിവരങ്ങൾ ലിങ്കുകൾക്കൊപ്പം നൽകുന്നത് സെർച്ച് എഞ്ചിനുകളിലും മറ്റു ഉറവിടങ്ങളിലും ഫലങ്ങൾ പരിശോധിക്കുന്നതിന് ചിലവഴിക്കുന്ന മണിക്കൂറുകളോളമുള്ള ഗവേഷണ സമയം ലാഭിക്കാൻ ഈ പോർട്ടൽ വഴി സാധിക്കുമെന്ന് അവകാശപ്പെടുന്നു. അതേസമയം ഈ സാഹചര്യത്തിൽ ഏപ്രിൽ പകുതിയോടെ ഇന്ത്യയിൽ ആരംഭിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ച് സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ട് ഡീപ് ഫേക്ക് വീഡിയോകളും മറ്റ് മൾട്ടിമീഡിയ ഉള്ളടക്കങ്ങളും ഉപയോഗപ്പെട്ടിരുന്നു. കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗം വ്യാജ വാർത്തകളുടെ പ്രചാരണത്തിനും ഇടയാകും. വോട്ടർമാർക്ക് വിശ്വസനീയമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പരിശ്രമവും ഈ രംഗത്ത് ആവശ്യമാണ്. ഇതിന് കൃത്രിമ ബുദ്ധി തന്നെ ഉപയോഗിക്കാനാവുന്നതാണ്. AI ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും പ്രചരിക്കുന്നതിന് AI ഉപയോഗപ്പെട്ടേക്കാം. അടുത്തിടെ ബോളിവുഡ് താരം അമീർ ഖാന്റെ ഒരു ഫേക്ക് പൊളിറ്റിക്കൽ വീഡിയോ പ്രചരിക്കുകയും താരം ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇത്തരം പ്രവണതകളെ നിയന്ത്രിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ AI സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വോട്ടർമാർക്ക് വിശ്വസനീയമായ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും വ്യാജ വാർത്തകളെ തടയാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തെറ്റായ വിവരങ്ങളുടെ കുത്തൊഴുക്കിനെതിരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇതിനകം തന്നെ മുൻകരുതൽ എടുത്തിട്ടുണ്ട്.